ചൂടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. രജീഷ്, ഇങ്ങനെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാൻ മാത്രം കാലാവസ്ഥ അത്രത്തോളം ദുഷ്കരമായിട്ടുണ്ടോ? എന്താണ് അതോറിറ്റി അറിയിക്കുന്നത്? സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത 3 ജില്ലകളിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് കേരളത്തിലെ താപനില എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേരളത്തിൽ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ തന്നെ എല്ലാം തന്നെ ജാഗ്രത പാലിക്കണം. കാരണം സാധാരണക്കാൾ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ജില്ലകളിലും തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി തന്നെ നൽകുന്നു. കൂടാതെ തന്നെ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അൾട്രാ വയലറ്റ് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. അതായത് ചൂട് കൂടുകയും ഉഷ്ണതരംഗ സാധ്യതയും ഒപ്പം തന്നെ ഈ അൾട്രാ വയലറ്റ് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് ഉയരാൻ തന്നെയാണ്. അത് ഏകദേശം ഈ മാസം 27 വരെ ഇത്തരത്തിൽ ഉഷ്ണ സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നിൽ കാണുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു കുറവുണ്ടാവുക. എന്തായാലും അതുവരെ ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ വകുപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഒരു മുന്നറിയിപ്പായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് രജീഷ് നൽകിയത്.